ഇന്നത്തെ യാത്ര തുടങ്ങുന്നതാണ്. കാണുന്നതാണ് കവരത്തി ദ്വീപ്. ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ ആണ് കവരത്തി. ഇവരുടെ ജില്ലാ ആസ്ഥാനം, ജില്ല എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, ഒരു കൂട്ടം ദ്വീപുകളുടെ ആസ്ഥാനം അതാണ് കവരത്തി. ജില്ലാ പഞ്ചായത്തും അതുപോലെ കലക്ട്രേറ്റ് എല്ലാ സംഭവങ്ങളും ഇവിടെയാണ്. എന്നാൽ എയർപോർട്ട് വരുന്നത് അഗത്തിയിലാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര കവരത്തിയിലേക്ക്. സ്കൂബ ഡൈവിങ് ചെയ്യേണ്ടവർക്ക് സ്കൂബ ഡൈവിങ്, അതുപോലെ നമ്മളെ ഈ അടിഭാഗത്ത് ഗ്ലാസ്സുള്ള ബോട്ടിലുള്ള യാത്ര, അതെല്ലാം ഇന്നത്തെ ഇതിൽ പെട്ടതാണ്. ഇന്ന് മഴക്കാറൊന്നുമില്ല, നല്ല തെളിഞ്ഞ ആകാശം, തെളിഞ്ഞ സൂര്യൻ, നിറയച്ചിരിക്കുന്ന സൂര്യൻ അങ്ങനെ വേണം പറയാം. അപ്പോൾ ഇതെല്ലാം നമ്മളെ കൂടെയുള്ള ടൂറിസ്റ്റുകളാണ്. ഈ ബോട്ടിൽ മുഴുവനുള്ളത് ഈ സമുദ്രം പാക്കേജിൽ പോകുന്ന ടൂറിസ്റ്റുകളാണ് മുഴുവനായിട്ടുള്ളത്. പാസഞ്ചേഴ്സൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. ഈ ഷിപ്പ് കുറേ ദ്വീപുകൾ കറങ്ങിയാണ് എൻ്റെ യാത്ര തിരിച്ച് കൊച്ചിയിലേക്ക് എത്തുക. നകന്നു പോവാണ് ഇനി കരയിലേക്ക്. ഇത്രയും സമയം വെള്ളം നല്ല നീല കളറായിരുന്നു, ഇപ്പോൾ അതൊരു ലൈറ്റ് ഗ്രീനായി മാറി. അപ്പോൾ ആഴം കുറഞ്ഞു നടക്കും. നേരത്തെ ഡീപ് സീ ആയിരുന്നു, നല്ല ചിലപ്പോൾ 1 കിലോമീറ്ററിനടുത്തൊക്കെ ആഴം ഉണ്ടാവും. നല്ല ആഴമുള്ള സ്ഥലമാണ്. ശരിക്കിത് ഈ ദ്വീപുകളെല്ലാം ഉള്ളത് നടുക്കടലിലാണ്. നമ്മൾ ആഴത്തെക്കുറിച്ച് നമ്മൾ പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. നടുക്കടലിൽ കിലോമീറ്ററും കിലോമീറ്റർ കണക്കിന് ആഴമുള്ള സ്ഥലങ്ങളായിരിക്കും. ഇവിടെ ഒരു ലൈറ്റ് ഗ്രീനായി. ഇതാണ് ലക്ഷദ്വീപിൻ്റെ മാലി ഞാനിതുവരെ പോയില്ല, പക്ഷേ മാലിയുടെ പ്രത്യേകത ഈ വെള്ളമാണ്, കടലിൻ്റെ നിറമാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. നമ്മൾ അപ്പുറമാണ് കപ്പൽ നിർത്തിയത്. അവിടുന്ന് ഇങ്ങനെ കറങ്ങി ഈ ദ്വീപിൻ്റെ മറ്റൊരു ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടുന്ന് ഇനി ഇതിൻ്റെ വാർഫിലേക്ക് എത്തും. ഇവിടെയെല്ലാം കുറേ ചെറു ബോട്ടുകളും കുറച്ചുകൂടി വലിയ ചരക്ക് കപ്പലുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. കവരത്തി കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയൊരു ഐലൻഡാണ്, വലിയൊരു ദ്വീപാണ്. ഇവരുടെ ക്യാപിറ്റലാണ്. ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെയുള്ള ദ്വീപ് വാസികളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യമാണ്. ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത്, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട്. പിന്നെ ക്യാപിറ്റൽ കവരത്തി. ഇത് കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചെറിയ ഷിപ്പ്, ഭാരതീയ തട്ട് രക്ഷക് കോസ്റ്റ് ഗാർഡായിരിക്കും. അതെ. ഇപ്പം നമ്മൾ വാർഫിലെത്തി. അപ്പം നമുക്ക് വേണ്ടിയിട്ട് കെട്ടിയുണ്ടാക്കിയ താൽക്കാലിക ഷെഡുകളാണ് അവിടെ കാണുന്നത്. നേരെ മുമ്പിൽ കാണാം. ലക്ഷദ്വീപിൻ്റെ മൊത്തത്തിലുള്ള പ്രത്യേകത ഈ പഞ്ചസാര എന്നും പറഞ്ഞുകൂടാ, പൊടി മണൽ, നല്ല വെള്ള നിറം. പിന്നെ നമ്മൾ കൽപ്പേനിയിലൊരു റിസോർട്ടുമായിട്ടൊരു ചെറിയൊരു സെറ്റപ്പായിരുന്നു. ഇന്ന് പക്ഷേ മൊത്തം ഷെഡുകൾ, അതിന് എന്തൊരു പേരുണ്ട്, എന്താ പറയുക, അതിന് ഈ കിയോസ്കുകൾ. അത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മളെ ചൈനീസ് പഗോഡകൾ ആ മോഡലിലുള്ള കിയോസ്കുകളായിട്ട് ഷെഡുകൾ നിർമ്മിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയും വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. ഇളനീരാണ് ഇവിടുത്തെ വെൽക്കം ഡ്രിങ്ക്. അപ്പോൾ ഇവർ എല്ലാവർക്കും അതിൻ്റെ സെറ്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മളെ ഇവിടുത്തെ അതിഥികളാണ്. ഇവരെ ഹോസ്പിറ്റാലിറ്റീൻ്റെ ഭാഗമായിട്ട് ഇത് വെൽക്കം ഡ്രിങ്ക്, അത് നല്ല ഇളനീരാണ്, കരിക്കാണ്. കരിക്കെന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് കൂട്ടിന് ബന്നങ്ങ, നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ ബന്നങ്ങ, അതാണ് കിട്ടിയത്. നല്ല മധുരം ഉണ്ടായിരുന്നു. ഇന്നലെ കൽപ്പേരി കിട്ടിയത് അത്ര മധുരം ഉണ്ടായില്ല, പക്ഷേ നല്ല മധുരമുണ്ട്.
one by one, 1 to 10. At a time we are going to 10 people, the glass bottle. See, we have only one boat here, 4 people we are taking totally. Around 30 minutes surrounding the glass bottom boat, then we come back. Then second batch we can go there. Right? Then first 1 to 10. Oh, किसका साथ में आउटे के लिए टोकन नंबर 1 to 10. ആഴം കുറവാണ്, ഉണ്ട് അടിഭാഗം കാണാം, ശാലോ വാട്ടർ. കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോട്ടിൻ്റെ അടിഭാഗത്ത് ഇതുണ്ട്, ഗ്ലാസ്സാണ്. അപ്പോൾ ഇതിലൂടെ നോക്കിയാൽ ശരിക്കും നമ്മൾ അക്വേറിയത്തിൽ കാണുന്ന ക്ലാരിറ്റിയോടെ കാണാൻ പറ്റും. സ്റ്റാർട്ടായി. അപ്പോൾ നമ്മൾ കോറൽ വേൾഡ് കാണാൻ പോവാണ്. അരമണിക്കൂർ സമയമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. ദുബായ് ക്രീക്കിൽ അവിടെ നമ്മൾ ഈ ഇതില്ലേ നമ്മളെ ക്രൂയിസിൽ പോകുമ്പോൾ ഇതുപോലെ തന്നെ ആ സൈഡ് ഇതുപോലെ പച്ച വെള്ളം കാണാം. പച്ച വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ഥലത്തല്ല, പച്ച നിറത്തിലുള്ള ഇത് നമ്മൾ ചെറുതായിട്ട് കണ്ടു തുടങ്ങി. അണ്ടർ വാട്ടർ വേൾഡ് ശരിക്കും ഒരു അക്വേറിയത്തിനുള്ളിൽ കാണുന്ന മാതിരിയാണ് ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ജീവികളെയൊന്നും കണ്ടു തുടങ്ങിയില്ല. പായൽ അതുപോലെയുള്ള ചെറിയ കടൽ സസ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാ തരത്തിലുള്ള ജീവികളെ നമ്മൾ മഴവില്ലിൻ്റെ നിറങ്ങൾ, മഴവില്ലിന് 7 നിറം പറഞ്ഞില്ലേ, അതിൽ കൂടുതൽ നിറങ്ങളുള്ള മീനുകളും കടലാമകളും അതുപോലെ മറ്റ് കടൽ ജീവികളെയൊക്കെ നമുക്ക് കാണാം. ഇതൊരു ലക്ഷദ്വീപ് യാത്രയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബോട്ട് യാത്രയാണ്. അടിഭാഗം ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ബോട്ട്. അപ്പോൾ 10 പേരെയാണ് ഒരേ സമയം ഈ ബോട്ടിൽ അനുവദിക്കുക. അങ്ങനെ നമ്മളിപ്പോൾ ഈ സമുദ്രം പാക്കേജിൻ്റെ ഭാഗമായിട്ട് 40 ആളാണ് ഉള്ളത്. ഇത് 4 ട്രിപ്പായിട്ടാണ് ഈ 40 പേരെ കൊണ്ടുവന്നത്. ഇത് കണ്ടു തുടങ്ങി. നമ്മൾ ഏതാണ്ട് ഒരു മലയുടെ മുകൾ ഭാഗം കാണുന്നത് പോലെയുള്ള അതിഗംഭീരമായ കാഴ്ച. കോറൽസ്, പവിഴപ്പുറ്റുകൾ കൊണ്ട് നിർമ്മിച്ച പലതരത്തിലുള്ള നിർമ്മിതികൾ. അത് നമുക്ക് ഓരോ നമ്മളെ എന്താ പറയുക, ഭൂമിക്ക് വെളിയിൽ, അതായത് കരയിൽ കാണുന്ന പല സംഭവങ്ങളും നമുക്ക് ഇവിടെയും കാണാം. ചേനയുടെ ആകൃതി, അതുപോലെ കൊക്കും പറയുക, മീനുകളെ കണ്ടു തുടങ്ങി. കറുപ്പ് നിറമുള്ള കുറേ മത്സ്യങ്ങൾ. അതാ ഒരു ഞാൻ പറഞ്ഞില്ലേ, സ്കൈ ബ്ലൂ. ക്യാമറ ഇതിന് വെച്ച് ഇവിടെ ക്ലിയർ ഉണ്ടല്ലോ. അങ്ങനെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ഇങ്ങോട്ടല്ലേ. ഫോൺ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഓണാക്കി കളി, ഫോൺ ഓണാക്കിയിട്ട് ഇവിടെ വെച്ചാൽ ഇത് വെച്ചാൽ അതിൽ നമ്മൾ വീഡിയോ എടുത്തോളൂ. ഇത് കണ്ട ഈ ഒരു തരത്തിലുള്ള കോറൽസ്. നമ്മൾ നാട്ടിലൊക്കെ മരം ഉണങ്ങിയ മരം വീണ് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ അതിൽ മുളച്ചു വരുന്ന ഒരു തരം കൂണുണ്ട്. ഒരു ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു കൂണ്. അത് ഭയങ്കര വിഷമാണ്. അപ്പോൾ അതിൻ്റെ അതേ ആകൃതിയിലാണ് ഈ കോറൽസ് നമുക്ക് കാണാൻ പറ്റും. ഇത്
കോറൽസ് വെറും ഒരു ഇത് മാത്രമല്ല, ഒരു ജീവലോകമാണ്. ഒരുപാട് തരത്തിലുള്ള ജീവജാലങ്ങൾ ഇതിനുള്ളിൽ ശത്രുക്കളെ പേടിക്കാതെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. ബ്രെയിൻ കോറലത് ബ്രെയിൻ്റെ ഷേപ്പായത്. എന്തോ ഭക്ഷണം കൊടുക്കലുണ്ട് കേട്ടോ. ഒന്നും ഇല്ലണ്ടേ പിന്നെ ഉണ്ടെങ്കിൽ കൊടുത്തു. അത് ആരെന്തോ ഇട്ട് കൊടുത്തു കേട്ടോ. അത് അതിനും കൊണ്ട് പോകാം. വെള്ളം ഇങ്ങനെ കുലുക്കുമ്പോൾ കൈൻ്റെ അടുത്തേക്ക് ഒന്ന് വലുത് വരുന്ന വലുതാ. പഴകി ദ്രവിച്ചവർ എന്താണ് സാധനം എന്നറിയില്ല. കടലിലാണ് കാണുന്നത്. കുട്ടികൾ മീൻ പിടിക്കാൻ ഒരു ചെറിയ ബോട്ടിംഗ് കഴിഞ്ഞു. ഇനി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ നമ്മൾ വീണ്ടും കരയിലേക്ക്, പഞ്ചസാര മണലിലേക്ക്. ഇത് ഇവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ, നമ്മളെ കവരത്തിയിലെ. എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവാണ്, ഫ്രണ്ട്ലിയാണ്, ഭയങ്കര ഹെൽപ്ഫുള്ളാണ് എല്ലാവരും. सर, सबसे पहले हमारे गेस्टों को हम पहले उसको रिसीविंग करते हैं. फर्स्ट उनको वेलकम ड्रिंक पिलाते हैं, यहाँ पे उनका स्वागत करते हैं. उसके बाद फिर हमारे एक्टिविटीज़ होती हैं, जैसे डाइविंग होती है, स्नॉर्कलिंग है और स्कूबा डाइविंग है. उसके बाद गेस्ट अपना इंजॉयमेंट करते हैं यहाँ पर. बाकी 1 बजे करीब हमारा इधर लंच होता है और उसके बाद 2-2:30 बजे तक लंच चलता है. उसके बाद हम 3 बजे गेस्टों को म्यूज़ियम घुमाने के लिए लेके जाते हैं, फिश म्यूज़ियम. बाकी अगर कोई साइट सीन जाना चाहता है तो गेस्ट यहाँ पे अवेलेबल है व्हीकल, उसमें आप जा सकते हैं. उसके बाद साइट सीन होने के बाद थोड़ा हमारा कल्चरल प्रोग्राम होता है शाम को थोड़ा. उसके बाद 5 बजे हम चाय पानी नाश्ता की व्यवस्था करते हैं. उसके बाद गेस्टों को हम ड्रॉप करता है. हाँ, ओके, थैंक यू सर. ये हमारी एक्टिविटी होती है यहाँ की. थैंक यू. वेरी नाइस एक्सपीरियंस. ईश्वरी प्रसाद मेरा नाम है. हाँ, ईश्वरी प्रसाद मेरा नाम है. ईश्वरी प्रसाद. आपका नेटिव? मैं दिल्ली से हूँ. दिल्ली से. ओके, थैंक यू.